കർഷകരുടെയും നാട്ടുകാരുടെയും രക്ഷ ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട മലയോര കർഷകരുടെ നേതൃത്വത്തിൽ ഡിഎഫ്ഒയ്ക്ക് നിവേദനം നൽകി. അയിലൂർ പഞ്ചായത്ത് പരിധിയിലെ കരിമ്പാറ, മരുതഞ്ചേരി, നേർച്ചപ്പാറ, ഒലിപ്പാറ തുടങ്ങിയ സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന 1-2 വാർഡുകളിലെ കർഷകർ ഉൾപ്പെടെയുള്ളവരാണ് നെന്മാറ ഡിഎഫ്ഒ ഓഫീസിലെത്തി നിവേദനം നൽകിയത്. കാട്ടാനശല്യത്തിന് അറുതി വരുത്തണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ഇന്ന് അയിലൂർ പഞ്ചായത്തിലെ 11, 12, 13, ആലത്തൂർ പഞ്ചായത്തിലെ 13 വാർഡിൽപ്പെട്ട ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടെ വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ സ്ഥലങ്ങളിലൊക്കെ ആന എല്ലാ ദിവസവും വരികയാണ്. വരുന്നത് കൃഷി നശിപ്പിക്കുക എന്നുള്ളതല്ല, അതിൽ കൂടുതലുള്ള പ്രശ്നം വീടുകളുടെ വാതിൽക്കൽ കൂടെയാണ് ആന രാത്രി സഞ്ചരിക്കുന്നത്. രാവിലെ വരെയുണ്ട്. ഇന്ന് രാവിലെയാണെങ്കിൽ ഒരു പുഷ്പൻ എന്ന് പറഞ്ഞ ഒരാൾ ആന പുറകെ വന്ന് ഓടിച്ചു. അത് തൊട്ടടുത്തെല്ലാം വീടുകളിലാണ്. കഷ്ടിച്ച് രക്ഷപ്പെട്ടാണ്. ഓടി രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിയുന്നത് കൊണ്ടാണ്. വേറെ ആരായാലും മരണം ഉണ്ടായേനെ. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നമുള്ളത് ഒരു മോഴയാനയാണ്. അത് വാച്ചർമാർ പറയുന്നത് ഓടിച്ചാൽ ഓടുകയല്ല, തിരിച്ചിങ്ങോട്ട് വരിക എന്നുള്ളതാണ്. കുറേ ദിവസങ്ങളായി ചുറ്റിത്തിരിയുകയാണ് വീടുകളുടെ ഇടയ്ക്കൂടെ. പൂഞ്ചേരി, ഓവുപാറ ആ പ്രദേശം, കൽച്ചാടി ഭാഗം മുതൽ നേർച്ചപ്പാറ വരെ ഭാഗങ്ങളിൽ മൊത്തം, മരുതഞ്ചേരി എല്ലാ ഭാഗത്തും ഈ ആന കറങ്ങി നടക്കുകയാണ്. അതിൻ്റെ പുറമെ വേറെ ആനകളുമുണ്ട്. ഇവിടെ നമുക്ക് ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥയായിട്ടുണ്ട്. സ്ത്രീകളും കുട്ടികളും ഒക്കെ ഭയന്നാണ് കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഈ പ്രദേശങ്ങളിൽ മോഴയാനയെത്തി വൻതോതിൽ കൃഷി നശിപ്പിച്ചിരുന്നു. വനപാലകരെത്തി ആനയെ കാടുകയറ്റിയെങ്കിലും വീണ്ടും ആനയെത്തിയത് കൂടുതൽ പരിഭ്രാന്തി പരത്തി. തുടക്കത്തിൽ കൃഷിസ്ഥലത്താണ് ആനയിറങ്ങിയതെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വീടുകളിലും കാട്ടാനശല്യം പതിവായിക്കൊണ്ടിരുന്നു. ബുധനാഴ്ച രാവിലെ പ്രദേശത്തെ ഒരു വീട്ടിലെത്തി കുടുംബനാഥനെതിരെ ആന ആക്രമണത്തിന് മുതിർന്നു. ഭാര്യയുടെ ഇടപെടലോടെയാണ് ഭർത്താവ് രക്ഷപ്പെട്ടത്. ഈ കർഷകന്റെ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്നതാണ് നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. KG എൽദോ, SM ഷാജഹാൻ, ഡോക്ടർ സിബി സക്കറിയ, രമേശ് ചേവക്കുളം, M അബ്ബാസ് ഒറവൻചിറ, സന്തോഷ് അരിപ്പാറ, K മോഹനൻ, കിഷോർ നെല്ലിക്കലിടം, ജെയ്സൺ നേർച്ചപ്പാറ, ഐസക് വള്ളോംപറമ്പിൽ, ബാബു തടിക്കുളങ്ങര, ജിജോ ഓണായിക്കര, ഹുസൈൻകുട്ടി അടിപ്പരണ്ട, പ്രദീപ് നെന്മാറ എന്നിവർ നേതൃത്വം നൽകി. UTV ന്യൂസ്, പാലക്കാട്.